കണ്ടെത്താനുള്ളവരുടെയുമെല്ലാം കുടുംബങ്ങൾ അതീവ ദുഃഖത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണപ്പെട്ടവരുടെ കാര്യത്തിൽ അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. നമ്മുടെ സംസ്ഥാനത്തുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ മഴയിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ കെടുതിക്ക് അറുതി വന്നിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 33 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ദുരന്തത്തിൻ്റെ ഭാഗമായി വസ്തുവകകൾ നഷ്ടപ്പെട്ടവരുണ്ട്, വീടുകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കടലിൽ കാണാതായവർ അതിൽ 3 പേരെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിലെ ഷിജിൻ, പുല്ലുവിളിയിലെ ജോൺ മത്യാസ്, ചവറ പുത്തൻതറയിലെ ഗൗതം കൃഷ്ണ, ഇത്രയും ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. ഈ മരണപ്പെട്ടവരുടെയും കണ്ടെത്താനുള്ളവരുടെയുമെല്ലാം കുടുംബങ്ങൾ അതീവ ദുഃഖത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണപ്പെട്ടവരുടെ കാര്യത്തിൽ അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രാജേഷ്, കടലിൽ കാണാതായ നീണ്ടകരയിലെ ഗൗതം കൃഷ്ണ, പുല്ലുവിളയിലെ ജോൺ, ഇവരുടെ എല്ലാം കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് ഒന്നും ആശ്വാസം ആവില്ലെങ്കിലും അവരുടെ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നു സഹതപിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ. അവരെല്ലാവരും, ആ കുടുംബങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇപ്പോഴും ഒരു അനിശ്ചിതത്വം ആ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മരണമടയുന്നത് കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ളവരാണ്. അതോടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നത് സാധാരണഗതിയിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നിരാലംബമാകുന്നൊരവസ്ഥ കുടുംബങ്ങൾക്കുണ്ടാകരുത്. ചിലർ ജീവിതത്തിൻ്റെ ഭാഗമായി കടങ്ങളെടുത്തിട്ടുണ്ട്, വലിയ കടബാധ്യത ഉള്ളവരുണ്ട്. അതോടൊപ്പം താമസിക്കാൻ സൗകര്യപ്രദമായ വീടില്ലാത്തവരുണ്ട്. അപ്പം ഇത്തരം കുടുംബങ്ങളെ പ്രത്യേകമായി തന്നെ കണക്കിലെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇതിലൊരു പുതുമയൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടികളുണ്ട്. ആ നടപടികൾ തുടരുകയാണ് ഏറ്റവും പ്രധാനം. ഈ കാലാനുസൃതമായി
പഴയതിൽ നിന്ന് എന്തെങ്കിലും പുരോഗതി, അതായത് കൂടുതൽ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും നല്ലതാണ്.